എന്റെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണിത്. എന്റെ പേര് ഗോകുൽ. തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ഭാര്യയുടെ പേര് പ്രിയ. ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു. എനിക്കൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി. പ്രിയയ്ക്ക് ജോലിയൊന്നും ആയില്ല. അങ്ങനെയിരിക്കെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു. എന്റെ ബോസ് പ്രവീൺ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണ് ആളെ വേണ്ടത്. കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, എന്റെ ഭാര്യ പ്രിയ. അവൾക്ക് നന്നായിട്ട് കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പഠിത്തം കഴിഞ്ഞു, ജോലിയൊന്നും ആയില്ല. അപ്പോൾ പ്രവീൺ സാർ പറഞ്ഞു, ശരി, നാളെ രാവിലെ നീ അവളെയും കൂട്ടി വാ. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോളാൻ പറ. ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യം ഞാൻ പ്രിയയോട് പറഞ്ഞു. അവൾക്കും ഒത്തിരി സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം ഇന്റർവ്യൂക്ക് പോകാൻ അവൾ റെഡിയായി. ഇനി പ്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനും അവളും കൂടി പുറത്തു പോകുമ്പോൾ എല്ലാ ആണുങ്ങളുടെയും കണ്ണ് അവളിലേക്ക് തന്നെയായിരിക്കും. മിക്കപ്പോഴും അവൾ സാരി ആയിരിക്കും ഉടുക്കുന്നത്. മിക്ക ആണുങ്ങളും അവളെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി അവൾ ഇന്റർവ്യൂവിന് പോകാൻ റെഡിയായി. അന്ന് അവളൊരു ട്രാൻസ്പെറന്റ് സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി. പ്രവീൺ സാറിന്റെ റൂമിലേക്ക് കയറി. പിന്നാലെ എന്റെ ഭാര്യ പ്രിയയും വന്നു. എന്റെ ഭാര്യയെ കണ്ടതും പ്രവീൺ സാറിന്റെ കണ്ണിൽ തിളക്കം. ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ രണ്ടുപേരും അവിടെയിരുന്നു. അയാൾ പ്രിയയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം പ്രിയയെ ജോലിയിൽ എടുത്തെന്നും പറഞ്ഞു. പ്രിയ സന്തോഷമായി. നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ പ്രിയ എന്റെ കൂടെ ജോലിക്ക് വന്നു തുടങ്ങി. പക്ഷേ എപ്പോഴും അവൾ പ്രവീൺ സാറിന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക. കാരണം അവളായിരുന്നു സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. പ്രവീൺ സാർ എന്റെ ഭാര്യയെ മറ്റൊരു കണ്ണുകളോടെ എപ്പോഴും നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ എന്റെ ഒരു കയ്യബദ്ധം കാരണം ഞങ്ങളുടെ കമ്പനിക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. കാരണം കമ്പനിയുടെ അക്കൗണ്ട് സെക്ഷൻ ഞാനായിരുന്നു നോക്കിയിരുന്നത്. പ്രവീൺ സാർ എന്നെ ഭീഷണിപ്പെടുത്തി പൈസ തിരികെ കൊടുത്തില്ലെങ്കിൽ എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന്. ഞാൻ ആകെ പരിഭ്രാന്തിയിലായി. അങ്ങനെ ഈ കാര്യം പ്രിയയും അറിഞ്ഞു. പ്രിയ ചോദിച്ചു, എന്തു ചെയ്യും ചേട്ടാ നമ്മൾ ഇനി? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വഴി കാണാം എന്ന്. അങ്ങനെ ഞാനും പ്രിയയും ആ ദിവസം വീട്ടിൽ വന്നു. കുറച്ചു കഴിഞ്ഞതും എനിക്കൊരു കോൾ വന്നു. അത് പ്രവീൺ സാറിന്റെ ആയിരുന്നു. സാർ എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ നമ്മുടെ കമ്പനിയുടെ പരസ്യത്തിൽ മോഡലിന് കൊടുക്കുന്ന തുക 5 ലക്ഷമാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു ഓഫർ വെക്കാം. നിന്റെ ഭാര്യ പ്രിയയെ മോഡലാക്കിയാൽ നീ പൈസ തരേണ്ട. ആലോചിച്ചിട്ട് നീ കാര്യം പറ. അതേസമയം എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഈ കാര്യം പ്രിയയോട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, വേണ്ട പ്രിയ, അതൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയും പൈസ കൊടുക്കാം. അപ്പോൾ പ്രിയ പറഞ്ഞു, ചേട്ടാ, നമ്മൾ എങ്ങനെ കൊടുക്കാനാണ്? കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഇല്ല, വേണ്ട എന്ന്. കാരണം ഈ ഫോട്ടോഷൂട്ടിൽ അത്തരത്തിൽ ഡ്രസ് മാത്രമേ കാണുകയുള്ളൂ. അത് നിനക്ക് ഞാൻ എങ്ങനെയാണ് പ്രിയെ പറഞ്ഞു മനസ്സിലാക്കി തരിക? നീ കമ്പനിയിൽ ആദ്യമായത് കൊണ്ടാണ്. അത്തരത്തിൽ ഒരു മോഡലായിട്ടാണ് നീ പോകേണ്ടത്. പ്രിയ പറഞ്ഞു, കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, വേറെ ഒരു വഴിയുമില്ലല്ലോ. അങ്ങനെ അവസാനം ഒരു വിധിയുമില്ലാതെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഇത് പ്രവീൺ സാറിനെ വിളിച്ചു പറഞ്ഞു. സാർ, നാളെ ഞങ്ങൾ വരാം. മറുതലയ്ക്കൽ പ്രവീൺ, നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിൽ വരണം. അവിടെ വെച്ചായിരിക്കും ഫോട്ടോഷൂട്ട്. ഞാൻ ശരി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി ഒട്ടും സന്തോഷമില്ലാതെ ഞങ്ങൾ ഇറങ്ങി. സാറിന്റെ ഫ്ലാറ്റിലെത്തി. സാർ ഡോർ തുറന്നു. ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയായിരുന്നു. സാറിനെ കൂടാതെ അവിടെ വേറെ ഒരാളും ഉണ്ടായിരുന്നു. അത് സാറിന്റെ സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ വർഗീസ് ആയിരുന്നു. അപ്പോൾ വർഗീസ് ചോദിച്ചു, ഇതാണോ മോഡൽ? അപ്പോൾ പ്രവീൺ പറഞ്ഞു, അതെ എന്ന്. എന്താ നിന്റെ പേര്? പ്രിയ പേര് പറഞ്ഞു. അപ്പോൾ വർഗീസ് അവളുടെ കയ്യിൽ കുറച്ച് വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പോയി ഇട്ടു വരൂ. ഇതൊക്കെ ഇട്ടാണ് ഈ ഫോട്ടോഷൂട്ടിന് അഭിനയിക്കേണ്ടതെന്ന്. അത് കേട്ടതും പ്രിയ തല താഴ്ത്തി നിന്നു. ഞാനും അതേപടി നിന്നു. സമ്മതമാണോ എന്ന് പ്രിയയോട് ചോദിച്ചു. പ്രിയ തല കുലുക്കി. അപ്പോൾ പ്രവീൺ സാർ ഒരു കൂട്ടം വെറൈറ്റി കളക്ഷൻസ് വസ്ത്രങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയി മാറിയിട്ട് വരാൻ. കുറച്ചു കഴിഞ്ഞതും പ്രിയ വന്നു. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവൾ പോയി മാറ്റി വന്ന് അപ്പോഴാണ് അവൾ കഴുത്തിൽ താലിയും നെറ്റിയിലെ സിന്ദൂരം ശ്രദ്ധിച്ചത്. പ്രിയ താലി ഊരാൻ പോയി. അപ്പോൾ വർഗീസ് പറഞ്ഞു, വേണ്ട, കിടക്കട്ടെ എന്ന്. അങ്ങനെ അവർ ഫോട്ടോഷൂട്ട് തുടങ്ങി. എൻ്റെ ഓരോ സ്റ്റിൽസും അവർ എടുത്തു തുടങ്ങി. ഒരു മോഡൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ അവൾ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് കൊടുത്തു. ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് കാണുകയായിരുന്നു. പെട്ടെന്നാണ് വർഗീസ് പറഞ്ഞത്, അയാൾക്ക് ഒരു പുരുഷ മോഡലിനെ വേണമെന്ന്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവീൺ, നീ മതി. ആദ്യം ഞാൻ അതിനെ എതിർത്തു. അത് പറ്റില്ല എന്ന്. അപ്പോൾ പ്രവീൺ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇതൊരു മോഡൽ ഫോട്ടോഷൂട്ടാണ്, ഇതിൽ അഭിനയിക്കേണ്ടി വരുമെന്ന്. അതോടെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പ്രിയ പറഞ്ഞു, കുഴപ്പമില്ല ചേട്ടാ,
പ്രിയ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അപ്പോഴേക്കും വർഗീസ് പറഞ്ഞു. ആദ്യത്തെ സ്റ്റിൽ എങ്ങനെയായിരിക്കണമെന്ന് വർഗീസ് വിവരിച്ചു കൊടുത്തു. അങ്ങനെ അവർ ഫോട്ടോഷൂട്ട് തുടങ്ങി. ആദ്യമായതുകൊണ്ട് പ്രിയ ഒന്ന് ട്രാക്കിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു പോകാൻ നേരം വർഗീസ് എന്നെ കൊണ്ട് പറഞ്ഞു, ഗോകുലെ, താൻ എൻ്റെ ഫ്ലാറ്റ് വരെ വരണം. എൻ്റെ കയ്യിൽ കാറില്ല, കംപ്ലൈൻ്റ് ആണ്. താനൊന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യണം. അയ്യോ സാറേ, അപ്പൊ പ്രിയ തനിച്ചാകില്ലേ? പ്രിയയ്ക്ക് കമ്പനി പ്രവീൺ കൊടുത്തോളും. ഒരു അരമണിക്കൂർ റണ്ണിങ് അല്ലേ ഉള്ളൂ. അയാൾ അങ്ങനെ പറഞ്ഞു നിർത്തി. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടിയില്ല. ഞാൻ പ്രിയയുടെ മുഖത്തോട്ട് നോക്കി. അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. പ്രവീൺ ആണെങ്കിൽ ഒരു ആക്കിയ ചിരി ഉള്ളിലൊതുക്കി പിന്നിൽ കൈയും കെട്ടി എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവസാനം വർഗീസ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നിറങ്ങി. വർഗീസ് ഒരു പെട്ടി എടുത്തിട്ട് ആദ്യമേ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. പിറകെ ഞാനും പോകുമ്പോൾ അവസാനമായി ഞാൻ വീണ്ടും അവിടെ നിന്നു പ്രവീണിന്റെ ഫ്ലാറ്റിനുള്ളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വർഗീസ്, ഹേ, താൻ വരുന്നില്ലേ എന്ന് ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞത്. ഞാൻ ലിഫ്റ്റിനുള്ളിൽ കയറി മറുതലക്കൽ എന്തൊക്കെയോ നേടിയെടുത്ത വിജയശ്രീ ലാളിതനെ പോലെ എന്നെ നോക്കി പ്രവീൺ മെയിൻ ഡോർ കൊട്ടിയടച്ചു. ആ ശബ്ദം അവിടെ എങ്ങും മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് തന്നെ വർഗീസിനെ കൊണ്ട് ആക്കി തിരിച്ചു. പ്രവീണിന്റെ ഫ്ലാറ്റിലെത്തി. കോളിംഗ് ബെൽ അടിച്ചു. പ്രവീൺ ആയിരുന്നു ഡോർ തുറന്നത്. ഞാൻ വേഗം അകത്തോട്ട് കയറി. ചുറ്റിലും നോക്കി. എൻ്റെ കണ്ണുകൾ പ്രിയയെ തിരയുകയായിരുന്നു. ഡോ, താൻ പേടിക്കണ്ട. പ്രിയ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ. പ്രവീൺ അത് പറയുമ്പോൾ മുഖത്തൊരു കള്ളലക്ഷണമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പ്രവീണിന്റെ ഡോർ തുറന്നിട്ട് അകത്തേക്ക് വന്നു. എന്നെ കണ്ടതും അവളുടെ മുഖത്തൊരു ഞെട്ടലുണ്ടായെങ്കിലും മിന്നൽ വേഗത്തിൽ അവളുടെ മുഖത്ത് നിന്ന് അത് പോയിരുന്നു. ചേട്ടാ, നമുക്ക് പോകാം, അവൾ എൻ്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. കാറിൽ വരുമ്പോഴാണ് പ്രിയ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞത്.